എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തന്നെ തോന്നുന്നു. ഹലോ, ധന്യ ഇഞ്ചിമേട്ടായുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് നമ്മുടെ കേക്കും അതുപോലെ തന്നെ വൈനും ഒക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും കേക്ക് ഉണ്ടാക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. എനിക്ക് ഒട്ടും അറിയില്ല കേക്ക് ഉണ്ടാക്കാൻ. പക്ഷേ നമ്മുടെ അല്ല, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് എസ്സ പേസ്റ്റൽസിൻ്റെ റൺ ചെയ്യുന്ന കളമശ്ശേരി അല്ലേ ഷെറി, ആളാണ് നമ്മുടെ കൂടെ ഇന്ന് ഫുൾ ഷോ ഡ്രൈവ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആളിന്ന് നമ്മുടെ കൂടെ ഒരു കേക്ക് തന്നെ ബേക്ക് ചെയ്യാനും എല്ലാത്തിനും നമ്മളെ മനസ്സിലാക്കി തരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെറിനെ വിളിക്കാം. ഷെറി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാനലിൽ നമ്മുടെ കൂടെ ഉള്ളത് ഷെറിനാണ്. ഞങ്ങൾക്ക് പാത്തു എന്നാണ് ഞങ്ങൾ പറയാറ്. പക്ഷേ ഷെറിൻ എസ്സ പേസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ട് കേക്ക് ബേക്കിംഗ് സംഭവം ആൾ പാഷനായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇതൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത് എപ്പോഴാണ് ഷെറിനെ? 2 വർഷമായി. 2 വർഷമായി. അപ്പോൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുന്നത്? മീൻസ് ഏരിയ ആണ് പറയണത്. ഏത് ഏരിയ? കളമശ്ശേരി. ഓക്കെ, എറണാകുളം ഏരിയയിലാണ് അവർ കേക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലേ? നമ്മൾ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യുക. പിന്നെ ചെറിയ ഏതൊക്കെ കേക്ക്സ് ആണ് നമ്മൾ മെയിനായിട്ട് തീം കേക്ക്സ് ആണ് നോക്കുന്നത്. തീം ബേസ്ഡ് ആയിട്ടുള്ള കേക്ക്സ് കൂടുതൽ ആൾക്കാർ നമ്മളെ ചോദിച്ചു വരുന്നത് തീം കേക്ക്സ് ആയിട്ടാണ്. തീം കേക്ക് പറയുമ്പോൾ ഈ വാട്ടർമെലൺ അങ്ങനത്തെ ഒക്കെ, അതായത് ഇപ്പോ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടാവില്ലേ, ഇപ്പൊ ഓരോ കിറ്റൺ തീം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഓരോന്ന് പറയും. ഇപ്പൊ പിള്ളേർക്ക് കൊക്കോമെലൺ തീം അങ്ങനെ പറയും. അങ്ങനെ ഓരോന്ന് കുഞ്ഞുങ്ങളുടെ കേക്ക്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ചെറിയ നമ്മുടെ ചാനലിലൊരു കൊച്ച് ഷോ നമ്മൾ ഇവരായിട്ട് പേസ്റ്റൽസിൻ്റെ എസ്സ പേസ്റ്റൽസിൻ്റെ കേക്ക്സ് ഒക്കെ ആയിട്ട് നമ്മളൊരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തിരുന്നു. നമുക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഞങ്ങളിവിടെ ഇടാം. അപ്പോൾ അത് നോക്കുക. അതിലൊരുപാട് ഫോണ്ടൻ കേക്കും ഉണ്ടായിരുന്നു അല്ലേ? നമ്മളത് തീം ബേസ്ഡ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്സ മോളുടെ പേരല്ലേ എസ്സ? നമ്മൾ ഇച്ചു എന്നാണ് വിളിക്കുന്നത്. അവളുടെ പേര് എസ്സ എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഷെറിൻ നമുക്കൊരു കൊച്ചു കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബേസ് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഷെറി, നമുക്ക് ഇതിലോട്ട് പോവാം. ക്രിസ്മസ് കേക്ക് ആണോ ഷെറി? നമ്മൾ ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, ക്രിസ്മസ് കേക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇതെന്താ ഷെറി? അത് മൈദ കണ്ടില്ലേ, മൈദ. അപ്പോൾ മൈദ നമ്മൾ എത്ര മെഷർമെന്റ് എടുക്കണം? 1 kg കേക്കിലേക്കാണെങ്കിൽ 3/4 കപ്പ് മൈദ എടുക്കണം. അപ്പോൾ മെഷർമെന്റ് ഉണ്ടോ? മെഷർമെന്റ് കപ്പ് ഉണ്ട് നമുക്ക്. അത് കേക്ക് ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് കപ്സ് ഒക്കെ ആമസോണിലൊക്കെ അവൈലബിൾ അല്ലേ? അത് പറഞ്ഞാൽ മതി. പിന്നെ ഇത് കൊക്കോ പൗഡർ 1/4 കപ്പ്. അപ്പോൾ 1 കിലോ കേക്കിന് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ. അപ്പോൾ ആ മെഷർമെന്റ് കപ്പിൽ തന്നെ 1/4 കപ്പ്. ഇത് പഞ്ചസാര, പൗഡേർഡ് ഷുഗർ. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ പറ്റുന്നതാണ്. നമ്മൾ പഞ്ചസാര മിക്സിയിൽ വെച്ച് പൊടിക്കും. ഓക്കെ, അപ്പോൾ ഇത് എത്ര വേണം? അത് 1 കപ്പ്. 1 കപ്പ് 1 kg. കൊക്കോ പൗഡർ ഒന്നുകൂടി ഇതാ, കൊക്കോ പൗഡർ കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ഇതാ, കണ്ടില്ലേ? പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ നല്ല ഭംഗിയുണ്ടല്ലേ ഗ്ലാസ്? ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഓക്കെ, ഈ മെഷർമെൻ്റ് ഒക്കെ ഷെറിൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ നോക്കുക. പിന്നെ നമുക്ക് ആർക്കും അറിയാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എത്ര എണ്ണം വേണം? 3 എണ്ണം. അപ്പോൾ മുട്ട 3 എണ്ണം കേട്ടോ. പിന്നെ ഓയിൽ വേണം. ഓയിൽ 1/4 കപ്പ്. ഇത് എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? സൺഫ്ലവർ. അപ്പോൾ 1 kg കേക്കിന് എത്ര മെഷർമെന്റ്? 1/4 കപ്പ്. ഓക്കെ, ആ മെഷർമെന്റ് ഒക്കെ ആ സെയിം കപ്പിൽ തന്നെ. അപ്പോൾ നമുക്ക് കേക്ക് ബേസ് ഒന്ന് സ്റ്റാർട്ട്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, നമ്മൾ ഹോട്ട് കോഫി യൂസ് ചെയ്യും. ഹോട്ട് കോഫി. അപ്പോൾ എന്ത് ഇതായിട്ട് യൂസ് ചെയ്യാം? ഇപ്പോൾ ബ്രൂ കോഫി, നെസ്കഫെ? ഞാൻ മിക്കതും നെസ്കഫെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കുറച്ച് ഡാർക്ക് ആയിട്ട്, മീൻസ് കുറച്ചും കൂടി
കൂടുതലായിട്ട് ഇട്ടിട്ട് പൗഡർ കൂടുതലിട്ടിട്ട് അതും യൂസ് ചെയ്യും. അത് ഞാൻ ചൂടാക്കാൻ നമുക്ക് കേക്ക് ഒന്നുകൂടി സ്പഞ്ച് ഒന്നുകൂടി നല്ല സ്പഞ്ചായിട്ട് വരും ഹോട്ടായിട്ട് യൂസ് ചെയ്യും. വാനില കേക്ക് ആകുമ്പോൾ നമ്മൾ ഹോട്ട് മിൽക്ക് യൂസ് ചെയ്യും. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കോഫി യൂസ് ചെയ്യും. ചോക്ലേറ്റ് മിൽക്ക് വാനില കേക്ക്. എനിക്ക് കേക്കിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല കേട്ടോ. കേക്ക് ഇവിടെ ഉണ്ടാക്കി ഞാൻ കഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രസമായിട്ട്. കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടിട്ടൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നും ഇങ്ങനെ മുറിച്ച് അല്ലെങ്കിൽ മുറിക്കേണ്ട പാകത്തിനാക്കി ഫൈനൽ ഔട്ട് മാത്രം സേവിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. റിയലി സോറി. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് കാണുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. നമുക്ക് ഇതിലോട്ട് പോവാം അല്ലേ? ഞാൻ ചെറിയ ബേസ് ഒക്കെ അങ്ങനെ ആഡ് ചെയ്യാം. നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുട്ട ദാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തു. നമ്മൾ മുട്ട ഒരെണ്ണം മതിയോ? അല്ല 3 എണ്ണം. 1 kgക്ക് 3 എണ്ണം അല്ലേ? മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. മുട്ടയിൽ ഒരു തുള്ളി പോലും കളയുന്നില്ല പിഷ്കത്തി. അപ്പം നമ്മളിതാ മുട്ടയുടെ ഒരു തരി പോലും ഇല്ലാതെ എടുത്തു. 3 എഗ്ഗ് അല്ലേ? അപ്പോൾ എഗ്ഗ് നമ്മൾ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് ഏകദേശം ഈ പരുവത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയി എന്നാണ് ഷെറിൻ പറഞ്ഞത് അല്ലേ? ഇനി നമ്മൾ പൗഡർ ഷുഗർ ഇതാണ് മെഷറിംഗ് കപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷറിംഗ് കപ്പ്. ഹാഫ് കപ്പിൻ്റെ അല്ലേ? ഓക്കെ. അപ്പോൾ ഷുഗർ. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഇത്ര അധികം മുട്ട എന്തിനാണ്? ഇത് 3 കിലോൻ്റെ കേക്കിൻ്റെ മിക്സാണ്. അപ്പോൾ 1 കിലോൻ്റെ മിക്സാണ് നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ 1 കിലോ കേക്കിന് പൗഡർ ഷുഗർ എത്ര വേണം? 1 കപ്പ് വേണം. 1 കപ്പ്. 1 കിലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് മതി. 3 കിലോ ആണെങ്കിൽ 3 കപ്പ്. ഷെറിന് ആദ്യം കേക്ക് ഉണ്ടാക്കാൻ ഈ കുക്കറിലൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ എന്തോരം കൈകൊണ്ട് തന്നെയായിരുന്നു ബീറ്റ് ചെയ്തിരുന്നത് അന്നൊക്കെ? അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യണ അപ്പോൾ സക്സസ് ആവില്ല, സ്പഞ്ച് സോഫ്റ്റ് ആവില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അടുത്തത് ഏകദേശം ഈ പരുവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ നമ്മൾ 1/4 കപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പീഡിലിട്ടിട്ട് ഇത്ര നേരം 5 സ്പീഡിലല്ലേ, ഇനി 1-ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓയിൽ പിന്നെ പൗഡേഴ്സ് ഒക്കെ ഇട്ടതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു, ഈ വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് പേടിയുണ്ട്, ഷെറിന് വലിയൊരു ഓർഡറാണ്, ഞാനതിന് കൊള്ളാക്കണ്ട. എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. മതി. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ ഷെറി ഒന്ന് പറഞ്ഞു തന്നെ. ഇതിൽ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ആ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിൽ 1/3 ഭാഗം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, കുറച്ച് ബീറ്റ് ചെയ്യാം. 1 സ്പീഡിലിട്ടിട്ട് ചെറുതായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇടാൻ പാടില്ല, കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പറഞ്ഞില്ലേ കോഫി പൗഡർ, 1 kgയിലേക്ക് 1/4 കപ്പ് കോഫി പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് പൊടി ഇട്ടു, പിന്നെ അതിൽ 1/4 കപ്പിലത്തെ കുറച്ച് കോഫി ആഡ് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു, പിന്നെ ബാക്കി പൊടി ഇട്ടു. അതേപോലെ 3 പോർഷനായിട്ട് കോഫിയും പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും 3 പോർഷനായിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ കൊണ്ടുപോയിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കും. 40 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഇതിപ്പോ ഒരു 1 അവറോളം നമ്മൾ ബേക്ക് ചെയ്യാൻ, 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ. പിന്നെ അതൊന്ന് ചൂടാറാൻ ഒരു 1 അവർ എടുക്കും. പിന്നെ പിന്നെ ക്രീം ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു 5-6 മണിക്കൂർ ഏകദേശം ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള എഫേർട്ട് ആണിത്. കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം.
നമ്മളിപ്പോൾ ഇത് നമ്മുടെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കണം. അപ്പോൾ 1 kg എന്നുള്ള മെഷർമെന്റ് തന്നെ ഇതിൽ കിട്ടൂല്ലേ, മറ്റേ വെയിങ് മെഷീൻ? അല്ല, 1 kg അല്ല, നമ്മൾ ക്രീമും എല്ലാം കൂടി വരുമ്പോഴാണ് കേക്ക് 1 kg മെഷർമെന്റ് നോക്കുക. പക്ഷേ കേക്ക് എപ്പോഴും നമ്മൾ ക്രീമൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ ഇത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലും 1 kg എബോവ് വരും കേക്ക്. അപ്പോൾ നമ്മുടെ നേരത്തെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. ഇടവേള എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ഇടവേള ഉണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കേക്ക് മറ്റേ കേക്ക് ചോക്ലേറ്റ് കേക്ക് ആണല്ലോ. ഇപ്പോൾ ഓൾറെഡി ഒരു മണിക്കൂർ അത്ര ഗ്യാപ്പ് എടുക്കും. അത് കാരണം ഓൾറെഡി ഉള്ള കേക്ക് നമ്മൾ ക്രീം ചെയ്യാം. നമുക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏതാ കേക്ക് ഷെറിനെ? ഇതിപ്പോൾ വാനില കേക്കാണ്. ഒരു ട്രസ്ലച്ചസ് കേക്കാണ്. അന്ന് കഴിച്ചില്ല, ആ കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് കേക്കിന് ക്രീം നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ ക്രീം വിപ്പിംഗ് ക്രീമാണത്. അത് ബീറ്റ് ചെയ്യാം. അത് അതിൽ സോക്ക് ചെയ്യാനുള്ളതാണ്. അതിൽ മിൽക്കും പിന്നെ മിൽക്ക് മെയ്ഡും, സാധാ മിൽക്ക്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്രഷ് ക്രീം, അത് 3 കൂടി ആഡ് ചെയ്ത് ഫ്രഷ് ക്രീം അത് 3 കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം ആയില്ലേ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമ്മൾ ആയിന്ന് അറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ ആയി എന്നുള്ളതിൻ്റെ ഒരു. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യണത്. ആ ടേസ്റ്റ് കിട്ടാനല്ലേ. സാധാരണ കേക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്കതും ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. ഈ ട്രസ്ലച്ചസ് കേക്കിൽ നമ്മൾ ഈ സാധനം വെച്ചിട്ടാണ് സോക്ക് ചെയ്യണത്. അത്യാവശ്യം നന്നായി സോക്കായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് ഇട്ട് കൊടുക്കാം, ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ ക്രീം ജസ്റ്റ് തേച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും കുറച്ച് റോസ് പെറ്റൽസ് ആഡ് ചെയ്യും. ഈ കേക്കിന്റെ സ്പെഷ്യാലിറ്റി അതാണ്, പിസ്തയും റോസ് പെറ്റൽസും. അതിന്റെ ഫ്ലേവറാണ് ഈ കേക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നോർമൽ റോസാപ്പൂ ഉണക്കിയതാണോ? പക്ഷെ നമ്മൾ വാങ്ങിച്ചത് അത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചു. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് സൈഡിലൊക്കെ നമ്മൾ മറ്റേ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മൾ ആ മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ വിചാരിക്കും ചെറുതായിട്ടൊക്കെ മതിയാവുന്ന, അങ്ങനെയല്ല, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തന്നെ തോന്നുന്നു. ട്രസ്ലച്ചസ് കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് റോസ് പെറ്റൽസും പിസ്തയാണ്. റോസ് പെറ്റൽസ് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ കേക്കിന് മൊത്തമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഷെറിൻ പറഞ്ഞെന്ന അറിവാണ്, എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ അതിന് മേലെ നമ്മൾ മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണം, അത് നല്ല രീതിയിൽ. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ കേക്കിൻ്റെ മേലെ ക്രീം ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യണം. അതെല്ലാവിടെയും നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇത്രയാണ് വേണ്ടത്.
ഇതാണ് പൈപ്പിംഗ് ബാഗ്. അതിൽ നമ്മൾ നോസിൽ ഇങ്ങനെ ഒരു നോസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ മുകളിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ട്രസ്ലെച്ചസ് കേക്കാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു ഈ കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ ഭയങ്കര ടഫ് ടാസ്ക് ആണെന്ന്. പക്ഷേ ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ടൊക്കെ ഞാൻ പോലും സിമ്പിളായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര വലിയ സിമ്പിൾ ടാസ്ക് ആണെന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ എന്നെ ഇതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചത് ഷെറിനാണ്. അവൾ അത്യാവശ്യം കേക്ക് ബേക്കിങ്ങിൻ്റെ ബേസ് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ കേക്ക്സ് ഓർഡർ ചെയ്യാൻ സൂപ്പർ ടേസ്റ്റി കേക്ക്സ് ആണ്. ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്പറും വാട്സപ്പ് നമ്പറും ഇതൊക്കെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നല്ലൊരു ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഞാൻ വിഷ് ചെയ്യാണ്. നമ്മളും നമ്മുടെ ഇഞ്ചി മിഠായി ചാനലിൻ്റെ ഒരു 4300 സബ്സ്ക്രൈബേഴ്സിനും ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാനൽ വൈൻഡ് ഓഫ് ചെയ്യാണ്. ടാറ്റാ.